സ്പീക്കിങ്ങിലെ 4ാമത്തെ ടാസ്ക് ആണ് റീറ്റെൽ ലെക്ചർ. 2 to 3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും റീറ്റെൽ ലെക്ചറിൽ നിന്നുണ്ടാവുക. റീറ്റെൽ ലെക്ചർ സ്പീക്കിങ്ങിലേക്കും ലിസണിങ്ങിലേക്കും ആയിരിക്കും മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക. റീറ്റെൽ ലെക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ലെങ്തി ഒരു ലെക്ചർ നമ്മൾ കേൾക്കും. ആൻഡ് ആ ഒരു ലെക്ചർ കേട്ടിട്ട് നമുക്ക് മനസ്സിലാകുന്ന വേർഡ്സ് ആൻഡ് ഫ്രേസ് നമ്മൾ എഴുതി വെക്കുക. ഫ്രേസ് എന്ന് പറയുന്നത് എന്താ? ഒരു ഇൻകംപ്ലീറ്റ് സെന്റൻസിനെയാണ് നമ്മൾ ഫ്രേസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വേർഡ്സ് ആൻഡ് ഫ്രേസ് എഴുതി വെക്കുക. ആൻഡ് നമ്മൾ എഴുതി വെച്ച വേർഡ്സ് ആൻഡ് ഫ്രേസ് വെച്ചിട്ട് നമ്മൾ തിരിച്ചൊരു സമ്മറി പറയാം. ഈ ഒരു ഓഡിയോ കേൾക്കുമ്പോൾ എൻറ്റയർ സാധനം കേൾക്കുന്നതെല്ലാം ഇരുന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പം നമ്മൾ ഒരു സാധനം എഴുതിക്കൊണ്ടിരിക്കുമ്പം അടുത്തതിന് ചെവി കൊടുക്കരുത്. അടുത്തതിന് ചെവി കൊടുത്താൽ ഈ എഴുതിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും, അടുത്തത് കേൾക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. സോ ഇവിടെ നോട്ട് ടേക്കിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആൻഡ് എഴുതുന്നത് വൃത്തിക്കുക. ഞാൻ എഴുതുന്ന നോട്ട്സ് എൻ്റെ ശത്രുവിന് കൊടുക്കാനാണ് എന്ന് ആകരുത് ചിന്തിക്കുന്നത്. എനിക്ക് തന്നെ വായിക്കാനുള്ളതാണ് എന്നൊരു തോട്ട് നമുക്ക് ഉണ്ടാവും. സോ നിങ്ങൾ കുറച്ച് എഴുതിയാലും നിങ്ങളത് വൃത്തിക്ക് എഴുതണം. റീറ്റെൽ ലെക്ചറിന് ചില സമയത്ത് ഒരു ഓഡിയോ മാത്രമായിരിക്കും കേൾക്കുന്നത്, ചില സമയത്ത് ഒരു വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത്. വീഡിയോ ആയിട്ട് വരുമ്പോൾ നിങ്ങളിങ്ങനെ അവിടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് അവർ ആ ഓഡിയോയിൽ എന്താണ് പറയുന്നതെന്നാണ് ശ്രദ്ധിക്കേണ്ടത്. ചില സമയത്ത് ഒരു ഇമേജും തരും ആൻഡ് ഒരു ഓഡിയോയും കേൾക്കണം. ഓഡിയോയിൽ പറയുന്ന സാധനങ്ങൾ വേണം ശ്രദ്ധിക്കാനായിട്ട്. ആൻഡ് ഇത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. ആൻഡ് 40 സെക്കൻഡാണ് നമുക്ക് സംസാരിക്കാൻ സമയമുള്ളത്. അതിൽ മിനിമം ഒരു 30-35 സെക്കൻഡ്സ് എങ്കിലും നിങ്ങൾ സംസാരിക്കണം. ആൻഡ് PT അക്കാഡമിക്കിൻ്റെയും PT കോറിൻ്റെ ഒക്കെ എൻറ്റയർ ക്ലാസ്സിൻ്റെ വീഡിയോസ് നമ്മുടെ പ്രൊക്യൂർ PT എന്നുള്ള യൂട്യൂബ് ചാനൽ കിടപ്പുണ്ട്. ആൻഡ് ഇൻ കേസ് നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ഓൺലൈൻ കോച്ചിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.